നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 1, കാനഡ ദിനം. സഹ്യനും സംസ്കാരവും കടന്ന ഉത്തരധ്രുവത്തിന്റെ ചുവട്ടിൽ മേപ്പിളുകളുടെ നാട്ടിലേക്ക് കുടിയേറിയവരുടെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റി ഒരു ദേശം കൂട്ടുനിന്നു. പെറ്റനാടിനേക്കാൾ ഏറെ കരുതലും സ്നേഹവും ആർദ്രതയും പൊഴിച്ചുകൊണ്ട് ഈ പോറ്റമ്മ നാട് നമുക്ക് അമ്മയായി. സകല സംസ്കാരത്തെയും സമഭാവനയുടെ നെഞ്ചിലേറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന നിറമുള്ള സങ്കല്പത്തിന്റെ പ്രയോജകരും പ്രയോക്താക്കളുമായി എല്ലാ കെട്ടുപാടുകൾക്കുമപ്പുറം കനേഡിയൻ ദേശീയതയിൽ നമ്മൾ ഒന്നാണ് എന്ന് അഭിമാനിക്കാൻ ഒരു ദിനം. എല്ലാ കനേഡിയർക്കും കനേഡിയൻ താളുകളുടെ കാനഡ ദിന ആശംസകൾ. അവധി ആഘോഷങ്ങളെ അവതാളത്തിലാക്കി വെസ്റ്റ്ജെറ്റ് എയർലൈൻസിലെ യൂണിയനൈസ്ഡ് മെക്കാനിക്കുകളുടെ അപ്രതീക്ഷിത പണിമുടക്ക് കാനഡ ഡേ ലോങ് വാരാന്ത്യത്തിൽ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുന്നതിന് കാരണമായി. ഇത് രാജ്യത്തുടനീളമുള്ള 110,000-ലധികം ആളുകളുടെ യാത്രാ പദ്ധതികളെ അനിശ്ചിതത്വത്തിലാക്കി. കാൽഗറി ആസ്ഥാനമായുള്ള എയർലൈൻ 800-ലധികം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായി അറിയിച്ചതിനെ തുടർന്നാണ് യാത്രക്കാർ അനിശ്ചിതത്വത്തിൽ ആയത്. കാനഡ ദിന വാരാന്ത്യ അവധി ആഘോഷിക്കാൻ യാത്ര പ്ലാൻ ചെയ്തിരുന്നവരാണ് സമരത്തെ തുടർന്ന് വിഷമത്തിലായത്. വെസ്റ്റ്ജെറ്റ് എയർലൈൻ പണിമുടക്ക് ഒത്തുതീർന്നു. വെസ്റ്റ്ജെറ്റിലെ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ 680ഓളം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ വെള്ളിയാഴ്ച പണിമുടക്കിയതിനെ തുടർന്ന് 800-ലധികം ഫ്ലൈറ്റുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. കനേഡിയൻ തൊഴിൽ മന്ത്രി സീമസ് ഒറിഗനിന്റെ മധ്യസ്ഥതയിൽ യൂണിയൻ പ്രതിനിധികളും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ധാരണയിലെത്താൻ യൂണിയനോടും വിമാന കമ്പനികളോടും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. കള്ള റഫറിയിങ് വന്ന് ചിലി. കോപ്പയിലെ കന്നിയംഗത്തിൽ ക്വാർട്ടറും കടന്ന് കാനഡ. വിജയത്തോടടുത്ത സമനിലയുമായി കോപ്പ അമേരിക്കയിൽ കന്നിയംഗത്തിനിറങ്ങിയ കാനഡ ക്വാർട്ടറിൽ കടന്നു. ഗ്രൂപ്പ് എയിൽ നിന്നും 2ാം സ്ഥാനക്കാരായാണ് കാനഡ ക്വാർട്ടറിൽ കടന്നത്. ചിലിയുമായി നടന്ന മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കോപ്പ അമേരിക്കയിൽ മുൻപ് 2 തവണ ചാമ്പ്യന്മാരായ ചിലി ക്വാർട്ടർ കാണാതെ പുറത്തായി. എന്നാൽ മത്സരത്തിലുടനീളം മോശം റഫറിയിങ് ആണ് തങ്ങളെ വിജയികളാക്കാഞ്ഞതെന്നും റഫറിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ചിലി ഫിഫയ്ക്ക് പരാതി നൽകി. വെനസ്വേലയാവും കാനഡയുടെ നോക്കൌട്ട് മത്സരത്തിലെ എതിരാളികൾ. കാനഡ ദിന ആഘോഷത്തിൽ അലിഞ്ഞു ചേർന്ന വിവിധ കനേഡിയൻ നഗരങ്ങൾ. 157ാമത് കാനഡ ദിനം രാജ്യമെങ്ങും സമുചിതമായി ആഘോഷിക്കുന്നു. ഒട്ടാവയിൽ ലെബ്രട്ടൺ ഫ്ലാറ്റ് പാർക്കിലും പാർലമെന്റ് ഹില്ലിലുമായി കാനഡ ദിന പ്രധാന ദിന ചടങ്ങുകൾ നടന്നു. ചടങ്ങിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, ഹെറിറ്റേജ് മന്ത്രി പാസ്കൽ സെൻഡൌക്കെ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഗവർണർ ജനറൽ മേരി സൈമണും ന്യൂ ഫൗണ്ട്ലാൻഡിനും ലാബ്രഡോറിലും കാനഡ ദിന പരിപാടികളിൽ പങ്കെടുത്തു. 1ാം ലോക മഹായുദ്ധ സമയത്ത് ഫ്രാൻസിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ന്യൂ ഫൗണ്ട്ലാൻഡിലെ അജ്ഞാത സൈനികന്റെ ശവസംസ്കാരം ഉൾപ്പെടെ വിവിധ വ്യത്യസ്ത പരിപാടികളോടെ രാജ്യം കാനഡ ദിനം ആചരിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.